കോമണറായിട്ട് മത്സരിക്കുന്ന അനീഷ് ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. അനി ഒരു ഭർത്താവ് മദ്യപിച്ചിട്ട് ഭാര്യയെ തല്ലുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. ആ ഒരു പ്രസ്താവനയോട് ആന്റി യോജിക്കുന്നുണ്ടോ? എന്തോന്ന് ആന്റി, മദ്യപിച്ചിട്ടാണെങ്കിലും ഭർത്താവിന് ഭാര്യയെ തല്ലാനുള്ള അധികാരമുണ്ടോ? ആന്റിക്ക് എന്തോന്നു, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, എന്തുകൊണ്ട് ആന്റി? രണ്ട് അങ്ങനെ അടിക്കണമെന്ന് പിന്നെ ഇയാളെ പെണ്ണെട്ടണ എന്തിന് വഴി പോണ അത് ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു മദ്യപിച്ചിട്ട് ഒരു ഭർത്താവ് വന്ന് ഭാര്യയെ തല്ലുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതില്ല. ഇല്ല. എന്താ ആന്റി അതേപറ്റി പറയാനുള്ളത്? അത് കുടുംബത്തിന്റെ തകർച്ചയാണ്, അത് മുന്നോട്ട് പോകില്ല. അതിനിപ്പോൾ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അതിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കുണ്ടായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അത് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അത് രണ്ടുപേരുടെ സമ്മതമാണെങ്കിലല്ലേ. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും അതിൽ തുല്യ പങ്കുണ്ടായിരിക്കും. ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കുണ്ടായിരിക്കും. എന്താ ആന്റി അങ്ങനെ തോന്നാൻ കാരണം? ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റ് കാണില്ല, എപ്പോഴായാലും രണ്ടുപേരുടെ ഭാഗത്ത് ഒരേപോലെ തെറ്റ് കാണും. അനീഷ് വേറൊരു പ്രസ്താവനയും നടത്തിയിരുന്നു. ഇപ്പോൾ പുരുഷൻ മദ്യപിച്ചിട്ട് വരികയാണെങ്കിൽ ഭാര്യയെ തല്ലിക്കഴിഞ്ഞാലും ഭാര്യ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ വിവാഹമോചനം നടക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അത് എന്നോട് യോജിക്കുന്നില്ല. എന്തോ തോന്നുന്നു, ആ ഒരു പ്രസ്താവന കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല കറക്റ്റ് അല്ല. അല്ല, ആന്റിക്ക് എന്ത് തോന്നുന്നു, ഇപ്പോൾ മദ്യപിച്ചിട്ട് വന്നിട്ട് ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയല്ല. എന്താ ആന്റി അതേപറ്റി പറയാനുള്ളത്? എന്താണ് അതിനെപ്പറ്റി പറയുക എന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറയുന്നത് എല്ലാവർക്കും ബഹുമാനപ്പെടേണ്ട ഒരു ഇതാണ്. അപ്പോൾ അവർ തെറ്റുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ തെറ്റില്ലാതെ വെള്ളമടിച്ചുകൊണ്ട് വന്ന് ശിക്ഷിക്കുന്നതൊക്കെ തെറ്റാണ്. അതിന് ഞാൻ കൂട്ടല്ല, ഞാൻ യോജിക്കുന്നില്ല. അനീഷിന്റെ ആ ഒരു പ്രസ്താവനയോട് ആന്റിക്ക് വിയോജിപ്പ് തന്നെയാണ്.